ഹായ്, എസ്എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ടൈം പാസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ക്ലിയർ സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, ജെന്യുവനായിട്ട് സ്നേഹിക്കുന്ന പേഴ്സൺസ് ഉണ്ടായിരിക്കാം, അതേപോലെ ടൈം പാസ് ആയിട്ട് നോക്കുന്നവരുണ്ടായിരിക്കാം. ഇതിൽ ഈ രണ്ടുപേരെയും മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്, എസ്പെഷ്യലി ഇന്നത്തെ ഈ ഒരു ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ. ബിക്കോസ് രണ്ടും ഏകദേശം ഒരുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ മിക്ക കാര്യങ്ങളിലും. എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്കറിയാൻ പറ്റും ഇവർ ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ജസ്റ്റ് ടൈം പാസ് മാത്രമാണോ എന്നുള്ളത്. സോ ടൈം പാസ് ആയിട്ടാണ് അവർ നിങ്ങളെ നോക്കുന്നത്, അതായത് വെറും നേരം പോക്ക് മാത്രം. യഥാർത്ഥമായി ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളെ കാണുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കല്ല ആ ബന്ധം കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അതിനുള്ള ക്ലിയർ സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൺലി നൈറ്റ് ചാറ്റ്സ് മാത്രമാണ് ഉണ്ടായിരിക്കുക. അതായത് രാത്രിയിൽ മാത്രമാണ് അവർ ചാറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പകലൊക്കെ ചാറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, അതേപോലെ രാത്രി മാത്രം ചാറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇതിൽ ഭയങ്കര യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളും രാത്രി ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഇപ്പോൾ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് രാത്രിയല്ലേ ചാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓഫ്കോഴ്സ് അത് അങ്ങനെയാണ്. പക്ഷേ ഒരു ട്രൂ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പകലിൽ ജസ്റ്റ് ഒരു മെസ്സേജെങ്കിലും ചിലപ്പോൾ ഉണ്ടാകും. അതിനും നേരമില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു മെസ്സേജെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ രാത്രി നല്ല ലേറ്റ് ആവുന്നതിന് മുന്നേ അവർ വിളിക്കുക, സംസാരിക്കും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം അതും അല്ലാതെ നല്ല രാത്രി വിളിച്ച് സംസാരിക്കുന്ന ആളുകളും ഉണ്ട്. കാരണം വീട്ടിലാർക്കും അറിയില്ല. സോ അറിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ സംസാരിക്കുന്നത് നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ചില ആളുകളുടെ സിറ്റുവേഷൻ വെച്ച് അവർക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നും പലരും പറയാറുണ്ട്. അപ്പം എങ്ങനെയാണെങ്കിലും ഒരു ട്രൂ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ചിലർ നമ്മളിങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ രാത്രി സംസാരിക്കുക എന്നുള്ളത്. ബിക്കോസ് അവരുടെ തിരക്ക് കാരണമായിരിക്കാം. എങ്കിലും പറ്റുന്ന സമയങ്ങളിൽ അവർ പകല് വിളിക്കാനായിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനായിട്ടോ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു ടൈം പാസ് റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് പകൽ സമയങ്ങളിൽ വിളിയോ ചാറ്റോ ഒന്നും ഉണ്ടായിരിക്കില്ല, രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു ഫേക്ക് റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും രാത്രി മാത്രമേ ഇവരുടെ ചാറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ആ രാത്രി ചാറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ തിരക്കും കാര്യങ്ങളെല്ലാം മറന്ന് അല്ലെങ്കിൽ എല്ലാം വിട്ടിട്ട് കുറച്ച് നേരം ചാറ്റ് ചെയ്യുക, അത് ആ നൈറ്റ് ചാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് രാത്രി മാത്രമാണ് ചാറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യുവൻ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് പറയേണ്ടി വരും തോന്നുന്നില്ല, കാരണം ഇത് കാണുന്നവർക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നൈറ്റിൽ മാത്രമാണ് ചാറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ജെന്യുവൻ അല്ല എന്നുള്ളതാണ്. റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അത് പകലിലും അത്തരത്തിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അഥവാ എന്നും പകൽ കോണ്ടാക്ട് ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ചില ദിവസങ്ങളിലെങ്കിലും അവർ അതിനു വേണ്ടി ട്രൈ ചെയ്യും എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലാൻസ് എല്ലാം അവർ ക്യാൻസൽ ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങളെ മൊത്തം പുറത്തു പോകാനോ അല്ലെങ്കിൽ നിങ്ങളെ കാണാനോ ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങളായിട്ട് ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെ വിളിച്ച് പറയുന്നുണ്ടാവും നമുക്കൊന്ന് കാണാം സംസാരിക്കാം എന്നുള്ളത്. പക്ഷേ അത് അവരെ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കും. അവർക്ക് അതിന് താല്പര്യം ഉണ്ടായിരിക്കില്ല. മാക്സിമം അവർ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുമായിട്ട് കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ അവർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കണം, സംസാരിക്കണം, കുറേ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് പോലും എന്നെ ഹാപ്പി ആക്കും, അപ്പം എനിക്ക് അവരുടെ കൂടെ ഇരിക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ ജെന്യുവൻ അല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് ഇവർ സംസാരിക്കില്ല എന്നുള്ളതാണ്. അതായത് ഭാവിയെക്കുറിച്ച് ഇവർ നിങ്ങളോട് സംസാരിക്കില്ല. ഇനിയിപ്പോൾ അഥവാ ഇവർക്ക് കുറേ പ്ലാനിങ്സ് ഉണ്ടായിരിക്കും, എനിക്ക് ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇന്നത് പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് സെറ്റിൽഡ് ആവണം, ഇങ്ങനെ വീട് വെക്കണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളോട് അതിനെക്കുറിച്ചൊന്നും പറയില്ല, ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. ശരിക്കും ജെന്യുവനായിട്ട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട് അവർ പറയുന്നുണ്ടായിരിക്കും, അവരുടെ സ്വപ്നങ്ങൾ പറയുന്നുണ്ടായിരിക്കും, ആഗ്രഹങ്ങൾ പറയുന്നുണ്ടായിരിക്കും. ഇതെല്ലാം അവർ നിങ്ങളോട് ഷെയർ ചെയ്യും. ബിക്കോസ് നിങ്ങൾ അവരുടെ ലൈഫ് പാർട്ട്ണർ ആവേണ്ട ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണ്ടേ എന്നുള്ളതാണ് വിചാരിക്കുക. പക്ഷെ അങ്ങനെ അല്ലാത്തൊരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം കുറച്ച് നാളത്തേക്കല്ലേ ഞാൻ ഇവളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഇവനെ സ്നേഹിക്കുന്നത്. സോ അവരറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക.
അതേപോലെ അവരുടെ ഭാവിയിലെ എന്തെങ്കിലും ഒരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഉണ്ടാവുകയേയില്ല. നിങ്ങളെക്കുറിച്ച് അവരതിലൊന്നും പറയുന്നുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് അതിന് ഒരു ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കും. ടോപ്പിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് അവർ ഡിസ്കസ് ചെയ്യില്ല. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇവർക്ക് ഫ്രീ ആവുന്ന സമയത്ത് മാത്രമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം അവർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുക. അതായത് ഇവർ ഓക്കെ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, പക്ഷെ ഇവരത് സീൻ ചെയ്യില്ല. എന്നിട്ട് ഇവരെപ്പോഴാണ് ഓക്കെ ആവുന്നത് ആ ഒരു സമയത്ത് മാത്രം അത് നോക്കാനും അതിന് റിപ്ലൈ തരാനും ശ്രമിക്കും എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങൾ എത്ര അർജന്റ് ആണെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരത് മൈൻഡ് ചെയ്യില്ല. ഇതൊക്കെ എന്തിനാ ഞാൻ നോക്കുന്നേ എന്നാണ് വിചാരിക്കുക. അതേപോലെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യില്ല. അവരുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയില്ല. നിങ്ങൾ പറയുമ്പോൾ തന്നെ അവർ വിചാരിക്കും ഇതൊക്കെ ഇപ്പം ഇന്ന് എന്നോട് പറയണേ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉണ്ടാവുക. അതല്ലാതെ അവരായിട്ട് നിങ്ങളോടൊന്നും പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല എന്നുള്ളതാണ്. അതേപോലെ കുറേ കാര്യങ്ങൾ ശരിക്കും ഉണ്ട്. ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ ഫേസിൽ വരുന്ന ഭാവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ മറ്റു പെരുമാറ്റങ്ങളിലൂടെ നമുക്കത് അറിയാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ നമുക്കത് അറിയാനായിട്ട് പറ്റും. പക്ഷെ ഈ ഒരു 3-4 കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, റിലേഷൻഷിപ്പിൽ ഇങ്ങനെയാണോ എന്നുള്ളത്. ആണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും ഇല്ലാതെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇതൊരു ഫേക്ക് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത്. ജെന്യുവൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഫേക്ക് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നീട് അതിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഇനി അങ്ങോട്ട് നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും ഒരു ഫേക്ക് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്